കോഴിക്കോട് KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. വടകര തോടന്നൂരിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ബിദുൽ ബാലൻ ഇപ്പോൾ റിമാൻഡിലാണ്. സംഭവത്തിൽ ബിദുലിന്റെ വീട് ഡിവൈഎഫ്ഐ നേതാവ് അന്വേഷിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റ് ഷാഫി പറമ്പിൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ബിദുലിന്റെ വീട്ടിലുണ്ട്, അവിടെ സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. ക്ഷമിക്കണം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതല്ലാതെ കുട്ടികൾ ആക്രമിച്ചായിട്ട് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്? ഇല്ലല്ലോ. ഇല്ലാത്തൊരു FIR ഇട്ട് ഒരു കള്ളക്കേസ് വെച്ച് കോടതിയിൽ വന്ന് കാണാം. കുട്ടികൾ എത്ര ദിവസം നിങ്ങൾ തടവിൽ താമസിക്കുന്നു? കേരളം ഉറ്റുനോക്കുകയാണത്. ഇതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ പോക്ക് വളരെ അപകടകരമായ പോക്കാണ്. സമാധാനത്തിലേക്ക് കേരളം തിരിച്ചു പോകണം. ശരിയല്ല. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരിക്കലും അദ്ദേഹം കലാപത്തിനും അതുപോലെ തന്നെ അക്രമത്തിനൊക്കെ ഒന്നും ആഹ്വാനം കൊടുക്കാൻ പാടില്ല. ഇത് മാത്രമേ എനിക്ക് വലിയതിനായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. റൈറ്റ്. മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ വീട്ടിലെത്തിയിരിക്കുകയായിരുന്നു, ബിദുലിന്റെ വീട്ടിൽ. അവിടെ നിന്നാണ് ഇപ്പോൾ സംസാരിച്ചത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ബോംബേറിൽ നടന്ന വീട്ടിലാണ്. അനീഷ് കുമാർ കൂടി അവിടെ ചേരുന്നുണ്ട്, നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ. അനീഷ്, ഈ എന്താണെങ്കിലും ഞാൻ ആദ്യം ഷാഫി പറമ്പിൽ പറഞ്ഞതിലേക്കൊന്ന് പോകട്ടെ. ഷാഫി പറമ്പിൽ ഇന്നൊരു വാട്സപ്പ് ചാറ്റാണ് പുറത്തുവിട്ടത്. ഈ ബിദുലിന്റെ വീട് അതെവിടെയാണെന്ന് അന്വേഷിക്കുന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ വാട്സപ്പ് ചാറ്റാണ് ഈ ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടത്. തിരുവള്ളൂർ ജനകീയ കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ആ ചാറ്റ്. ആ ചാറ്റിന്റെ ആധികാരികത പോലീസ് പരിശോധിക്കട്ടെ എന്നാണ് ഷാഫി പറഞ്ഞത്. എന്താണെങ്കിലും ഷാഫിയുടെ പ്രതികരണത്തിലേക്ക് അതിലേക്ക് വരാം. അനീഷ്, അപ്പോൾ എന്താണ് മുല്ലപ്പള്ളി അവിടെ എത്തിയിട്ട് പറഞ്ഞത്? എന്താണ് ആ വീട്ടുകാർ പ്രതികരിക്കുന്നത്? എപ്പോഴായിരുന്നു ഈ അതിക്രമം നടക്കുന്നത്? നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. എൽദോ, നമുക്ക് ആദ്യം ഈ കാഴ്ചകൾ കാണാം. ആ ബോംബ് എറിഞ്ഞ സ്ഥലം, നമുക്ക് മുന്നിൽ കാണുന്ന ആ ജനാല ചില്ലുകൾ ആ ബോംബേറിൽ തകർന്നതാണ്. അതിന്റെ തൊട്ട് മുകളിലുള്ള ഓട് കഷ്ണങ്ങളൊക്കെ തെറിച്ചിരിക്കുന്നു. അവിടുത്തെ കോൺക്രീറ്റ് പാളിയൊക്കെ അടർന്നിരിക്കുന്നു. ഒപ്പം ഈ കിടപ്പുമുറിയുടെ തൊട്ടിപ്പുറത്തുള്ള ഒരു ജനാല ചില്ല് അത് തകർന്നിരിക്കുന്നു. അതിന്റെ ചില്ലുകളൊക്കെ താഴെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗേറ്റിന് മുൻവശത്ത് ഈ ഗുണ്ടാ സംഘം അല്ലെങ്കിൽ ഈ ബോംബെറിയാൻ വന്ന ആളുകൾ നിലയുറപ്പിക്കുകയും അവർ കുറച്ചുനേരം പരസ്പരം തമ്മിൽ എന്തോ ആശയവിനിമയമൊക്കെ നടത്തുകയും പിന്നീട് ബോംബെറിയുകയുമായിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ ഈ കാര്യം കൃത്യമായി തന്നെ പതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ ബോംബെറിഞ്ഞില്ല അല്ലെങ്കിൽ കള്ള ആരോപണമാണോ എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എന്തായാലും KSU നേതാവിന്റെ അച്ഛൻ നമ്മോടൊപ്പം തന്നെ ഉണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? എത്ര മണിയായി ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി? 2 മണിയായി. 2:37 സ്ഫോടനത്തിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഞാനും ഭാര്യയും ഞെട്ടി ഉണർന്ന് അടുത്തുള്ള വീട്ടുകാരെല്ലാം വിവരറിയിച്ച് അവരൊക്കെ വന്ന് ഇതിന് ശേഷമാണ് വാതിൽ തുറക്കുന്നത്. തുറന്നതിന് ശേഷം ഭയങ്കര സ്മെല്ലായിരുന്നു. ഇതിന്റെ വെടിമരുന്നിന്റെ സ്മെല്ല് വന്ന് ഇങ്ങനെ എല്ലാവരും വിളിച്ചപ്പോഴത്തേക്ക് പോലീസ് എത്തി. ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഈ വാട്സപ്പിലും മറ്റേ ഇതിലൊക്കെ വന്നതുകൊണ്ട് സേവനെ പറ്റി വടകര ഇറങ്ങുകയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലും സ്റ്റാറ്റസും ഇതെല്ലാം കണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്നലെ ഉണ്ടായിട്ടില്ല. കാലത്ത് ഇത് ബോംബ് ഇട്ടതിന് ശേഷം പോലീസൊക്കെ വന്ന് ഈ ആളുകളൊക്കെ ഇതിൽ ചുറ്റിക്കറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ വല്ലോ അങ്ങനെ വല്ലോ സംശയം ഉണ്ടായിരുന്നോ? കാലത്തോ? അല്ല, ഇതിനു മുമ്പ്, ഈ സംഭവത്തിന് മുമ്പ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ അറിയാവുന്ന ആളുകളാണ് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ അടുത്തുള്ള ആളുകൾക്ക് തന്നെയാണോ ഇതിന്റെ പിന്നില് ബോംബിട്ടതാ? അതാന്നിപ്പം ഇതില് ഏകദേശം ഇത് തെളിഞ്ഞു. ബാക്കിപ്പം പോലീസ് തെളിയിക്കുമല്ലോ. ഏകദേശം കുറെ മനസ്സിലായിട്ടുണ്ട്. ഏരിയ അറിയുന്ന ആൾ തന്നെയാണ് ഇതില് കാണുന്നത്. ഇവിടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിരുന്നു. ഇതെവിടാണ് വീട്, ടൗണിൽ എവിടെ അല്ലേ, ലൊക്കേഷനൊക്കെ ചോദിച്ചു? അതെല്ലാം ഞാൻ ഒരുപാട് കണ്ടു. നിങ്ങളിപ്പോ അച്ഛനും അമ്മയും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത്? നിങ്ങൾ എവിടെ, ഏത് മുറിയിലായിരുന്നു കിടന്നിരുന്നത്? നമ്മൾ സാധാ ഈ മുറിയിലാണ് കിടക്കല്. അപ്പൊ ഇന്നലെ അപ്പുറത്തെ റൂമിലാണ് കിടന്നത്. അതുകൊണ്ട് ചെറിയ ഭാഗ്യം രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഇവിടെ നമ്മളെ കാലം ഒന്നും ബാക്കി ഉണ്ടാവുമല്ലോ. വലിയ ശബ്ദമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടൊക്കെ 1 കിലോമീറ്റർ അപ്പുറത്ത്, അവിടെ എല്ലാം കിടന്നു. 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ആള് വന്നിട്ട് അവരൊക്കെ പറഞ്ഞു ഇതന്നെ നിങ്ങൾക്ക് തന്നെ നോക്കണം. ഇത് അപ്പുറത്ത് ആ ജനലിന്റെ ഇതെല്ലാം ഇതുകൊണ്ട് ജർക്കിങ് കൊണ്ട് അവിടെ വീണതാണ്.
ബാത്റൂമിൻ്റെത് അപ്പുറത്ത് ബാത്റൂമിൻ്റെതൊക്കെ പൊട്ടിയതാണ്. ഇത് ഭയം ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തായിരുന്നു, മകനെ അറസ്റ്റ് ചെയ്തു. അതിനൊക്കെ ശേഷം ഒരു ഭയം ഉണ്ടായിരുന്നു ഇവരുടെ ഭയമൊന്നും അങ്ങനത്തെ ഭയമൊന്നും ഇല്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ ഭീഷണി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഭാര്യയോട് പറഞ്ഞത് നമുക്ക് അപ്പുറത്തെ റൂമിൽ. ഓള് പറഞ്ഞാൽ വേണ്ട, മരിക്കുന്നതാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് മരിക്കാം, നിങ്ങൾ എന്താ പേടിക്കുന്നോന്ന് ചോദിച്ചു. അപ്പം അതിന് വാ അങ്ങനെ ഒന്ന് പിടിക്കാം അപ്പുറത്തെ. അതുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഭയമൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ഭയമൊന്നുമില്ല. നമ്മൾ ജനിച്ചാലും മരിക്കണം. കാരണം എന്തെന്നാ, എന്റെ മകൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഒരു കരിങ്കോടി അല്ല, ഇതിന്റെ കാര്യത്തിലൊരു ഇതില്ല, സംശയമില്ല അല്ലെ, അതൊന്നും ചെയ്തില്ല എന്ന് തന്നെയാണ്. ഒന്ന് എന്തെന്നാ ചെയ്തത് നിങ്ങൾക്കെല്ലാം അറിഞ്ഞൂടെ, അത് അവനെന്തെന്നാ ചെയ്തതെന്നുള്ളത്. അപ്പൊ അക്കാര്യത്തിൽ മകനോടൊപ്പം തന്നെയാണ്. മകനോടൊപ്പം അല്ലാണ്ട് പിന്നെ അത് മകനോടൊപ്പം തന്നെയാണ്. അവനിപ്പം റിമാൻഡിലാണ്. ഇനിയിപ്പം എത്ര 14 ദിവസം ജാമ്യമൊക്കെ വരുമല്ലോ. അതെല്ലാം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൽദോ അദ്ദേഹം പറഞ്ഞതാണ്, നമുക്ക് കാണാം ഈ കിടപ്പുമുറി വളരെ ചേർന്ന് ഈ ജനലിനോട് ചേർന്ന് തന്നെ ഉള്ളൂ. പക്ഷേ സാധാരണയായി അവർ അച്ഛനും അമ്മയും ഈ മുറിയിലാണ് കിടക്കുന്നതെങ്കിലും ഇന്നലെ മാറിയാണ് കിടന്നത്. കാരണം ഇത്തരമൊരു ആഹ്വാനം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പരക്കുന്നുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അകത്തെ മറ്റൊരു മുറിയിലേക്ക് കിടപ്പ് മാറ്റിയതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ വന്നത്. കാരണം ഈ ജനാലച്ചില്ല് പൊട്ടുമ്പോൾ അകത്തേക്കും ചില്ലുകൾ തെറിച്ചിട്ടുണ്ട്. കാര്യമായ തന്നെ ഒരു സ്ഫോടനം നടന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചില്ലുകളൊക്കെ ആകെപ്പാടെ തെറിച്ചു നിൽക്കുന്നു. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്തെ ഒരു ടോയ്ലറ്റിന്റെ ജനാലച്ചില്ല് പോലും തകരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അത്രമേൽ ഭീകരമായ ഒരു ശബ്ദമായിരുന്നു. നമുക്ക് നാട്ടുകാരോടൊക്കെ തന്നെ ചോദിക്കാം. നിങ്ങളൊക്കെ അടുത്തുള്ളവരാ? ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണി വരെ ഞാനും അമീർക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കാരണം അതിന്റെ തലേദിവസം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. കാരണം ഈ ഒരു ഭയം അങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്റെ പ്രൊഫൈലൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രൊഫൈലിൽ ഭീഷണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്റെ ഫേസ്ബുക്കിലും ഇങ്ങനെ ഇവനിക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഫേസ്ബുക്കിൽ എന്റെ പേജിലും ഒരുപാട് ഭീഷണികളൊക്കെ വന്നു. ബിദുൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ മെനഞ്ഞാന്ന് രാത്രി മുഴുവനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് അവന്റെ അടുത്ത് പോകാന്നുള്ള രീതിയിൽ, കാരണം അവന് ഇവന് അമ്മക്കും ബാലേട്ടനും അവനെ കാണുന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ 1:20 ട്രെയിനിന് പോയിട്ട് അവനെ കാണാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം 2:45 ശേഷമാണ് ഈ സംഭവം എന്തായാലും അയൽവാസികളടക്കം ഒരു കരുതലിലായിരുന്നു. കാരണം ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ കലാപ ആഹ്വാനം വരുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർക്കെതിരെ വരുമോ എന്ന സംശയമുണ്ടായിരുന്നു. എന്തായാലും കാര്യമായ പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ പോയിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസും നാട്ടുകാരും കുടുംബവും ഒക്കെ ആവശ്യപ്പെടുന്നത്. റൈറ്റ്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ആ ബിദുലിന്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന സാഹചര്യം, അത് ഭീഷണി ഉണ്ടായിരുന്ന നാട്ടുകാരും പറയുന്നു. എന്നാണെങ്കിലും ഈ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കാം, പക്ഷേ ഇത്തരം അക്രമങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും. താങ്ക് യു അനീഷ്. അനീഷാണ് ചേർന്നത് കോഴിക്കോട് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.